വളരെ സുപ്രധാനമായ വാർത്തയാണ് പീപ്പിൾ TV അടുത്തതായി പുറത്തുവിടാൻ പോകുന്നത്. ഞെട്ടിക്കുന്ന വാർത്ത. പീപ്പിൾ ബിഗ് ബ്രേക്കിംഗ്. സരിതയുടെ ഫോൺ വിശദാംശങ്ങൾ പീപ്പിൾ TV പുറത്തുവിടുന്നു. 2015 മാർച്ച് മുതൽ ഒരു വർഷത്തെ രേഖകളാണ് പീപ്പിൾ TV പുറത്തുവിടുന്നത്. ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം സരിത മുഖ്യമന്ത്രിയുമായി നേരിട്ട് ഫോണിൽ സംസാരിച്ചു. സംഭാഷണം ഔദ്യോഗിക ഫോണിലൂടെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഫോണിലൂടെയും. ഈ വിശദാംശങ്ങളാണ് പീപ്പിൾ TV അടുത്തതായി പുറത്തേക്ക് വിടാൻ പോകുന്നത്. ഇടവേളയ്ക്ക് ശേഷം ബ്രേക്കിംഗ്. സരിതയുടെ ഫോൺ വിശദാംശങ്ങൾ പീപ്പിൾ TV പുറത്തുവിടുകയാണ്. 2015 മാർച്ച് മുതൽ ഒരു വർഷത്തെ രേഖകളാണ് പീപ്പിൾ TV പുറത്തുവിടുന്നത്. ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം സരിത മുഖ്യമന്ത്രിയുമായി നേരിട്ട് ടെലിഫോണിൽ സംസാരിച്ചു. സംഭാഷണം ഔദ്യോഗിക ഫോണിലൂടെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഫോണിലൂടെയും. മുഖ്യമന്ത്രി സരിതയുമായി സംസാരിച്ചു. സരിതയുമായി ഏറ്റവും കൂടുതൽ തവണ ഫോണിൽ ബന്ധപ്പെട്ടത് തമ്പാനൂർ രവിയാണ്. 515 തവണയാണ് തമ്പാനൂർ രവി സരിതയുമായി സംസാരിച്ചത്. ആര്യാടൻ മുഹമ്മദും ബെന്നി ബെഹനാനും ഹൈബി ഈഡനും പുറകോട്ടല്ല, സരിതയുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടു. വിശദാംശങ്ങൾ KG ദിനകർ നൽകും. ദിനകർ, ഒരുപക്ഷെ സോളാർ എന്ന ഇപ്പോഴും കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന സോളാർ അതിൻ്റെ വാർത്തകൾ സഹിതം പീപ്പിൾ TV ആണ് പുറത്തുവിട്ടത്. മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സോളാർ കേസ് സജീവമാകുമ്പോൾ ഫോൺ സംഭാഷണമാണ് വീണ്ടും പുറത്തേക്ക് വരുന്നത്. അവിടെ ജാമ്യത്തിലിറങ്ങിയ സരിതയെ മുഖ്യമന്ത്രി നിരന്തരം ബന്ധപ്പെടുകയാണോ ചെയ്ത് അതിൻ്റെ രേഖകളാണ് വ്യക്തമാകുന്നതെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞ വാദങ്ങളൊക്കെ തന്നെ പൊള്ളയാവുകയാണോ? താൻ നേരിട്ട് സരിതയെ ബന്ധപ്പെട്ടിട്ടില്ല, സരിതയെ അറിയില്ല തുടങ്ങിയ പല കാര്യങ്ങളും എന്തൊക്കെയാണ് ഒരു പക്ഷേ ഈ ടെലിഫോൺ സംഭാഷണങ്ങളിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന രേഖകളിലൂടെ വ്യക്തമാകുന്നത്? പ്രജീഷ്, ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പീപ്പിൾ പുറത്തുവിടുന്നത്. കാരണം മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് സരിതയുമായി തനിക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല, അല്ലെങ്കിൽ സരിതയുടെ പണമിടപാടുകളുമായോ ബിസിനസ്സുമായോ യാതൊരു തരത്തിലും താൻ ബന്ധപ്പെട്ടിരുന്നില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സരിത മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളുകളുമായും ടെലിഫോണിൽ നിരന്തരം ബന്ധപ്പെട്ടതിൻ്റെ രേഖകൾ പുറത്തു വരുന്നത്. ഇത് ഏറ്റവും രസകരമായ വസ്തുത, സരിത ജാമ്യത്തിൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കാലം അകത്തായിരുന്നു. അതിനുശേഷം സരിത പുറത്തിറങ്ങിയതിന് ശേഷം ഈ വ്യക്തികളുമായി ബന്ധപ്പെട്ടതിൻ്റെ രേഖകളാണ് ഇപ്പോൾ പീപ്പിൾ പുറത്തുവിടുന്നത്. 2015 മാർച്ച് 1 മുതൽ 2016 ഫെബ്രുവരി 29 വരെയുള്ള ഫോൺ കോൾ ലിസ്റ്റുകളാണ് പീപ്പിൾ പുറത്തുവിടുന്നത്. അതിൽ ഏറ്റവും പ്രധാനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സരിത വിളിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നമ്പറിലേക്ക്, അതായത് സരിതയുടെ നമ്പറായ 9544023627 എന്ന നമ്പറിൽ നിന്നും മുഖ്യമന്ത്രിയുടെ നമ്പറായ 9447033333 എന്ന നമ്പറിലേക്ക് വിളിച്ചു. അതിൻ്റെ രേഖകളാണ് പീപ്പിൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇത് മാർച്ച് 1-ാം തീയതിയാണ് സരിത മുഖ്യമന്ത്രിയെ വിളിക്കുന്നത്. ഈ കോൾ നീണ്ടുനിന്നത് 50 സെക്കൻഡ് മാത്രമാണ്. കരമന ടവർ ലൊക്കേഷനിൽ നിന്നുമാണ് സരിത മുഖ്യമന്ത്രിയെ അന്ന് വിളിച്ചത്. 2:29 ഉച്ചയ്ക്ക് ശേഷം 2:29 സരിത മുഖ്യമന്ത്രിയുടെ നമ്പറിലേക്ക് വിളിച്ചത്. മുഖ്യമന്ത്രിയുടെ നമ്പർ 94703333. ഈ നമ്പറിലേക്കാണ് സരിത വിളിച്ചത്. സരിതയുടെ നമ്പർ 9544023627. ഈ നമ്പറിൽ നിന്നുമാണ് സരിത മുഖ്യമന്ത്രിയെ വിളിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി KS വാസുദേവ ശർമ്മയെ 34 തവണയാണ് സരിത വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. വാസുദേവ ശർമ്മയുടെ നമ്പർ ഇതാണ്, 9477773747. ഈ നമ്പറിലേക്കാണ് പിന്നീട് വിളിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ കൂടെ എല്ലായ്പ്പോഴും ഉള്ള വ്യക്തി കൂടിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി വാസുദേവ ശർമ്മ. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലും സംസാരിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിട്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ നമ്പർ വഴി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നമ്പറിലേക്ക് വിളിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ വിളിക്കാനാണ് എന്ന് തന്നെ നമുക്ക് നിഗമനത്തിൽ എത്തേണ്ടി വരും. അതോടൊപ്പം തന്നെ മന്ത്രി ആര്യാടൻ മുഹമ്മദിനെ 41 തവണയാണ് സരിത നായർ വിളിച്ചിരിക്കുന്നത്. അത് 9447011324 എന്ന നമ്പറിലേക്കും 9446008001 എന്ന നമ്പറിലേക്കുമാണ് വിളിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വലങ്കൈ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവരിൽ ഒരാളായ ബെന്നി ബെഹനാൻ MLA വിളിച്ചിരിക്കുന്നത് 80 തവണയാണ്. നേരത്തെ അദ്ദേഹം പലതവണയും നിഷേധിച്ചിരുന്നു. ചിലപ്പോൾ തന്നെ വിളിച്ചിട്ടുണ്ടായിരിക്കാം. അത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സരിത അല്ലെങ്കിൽ മറ്റു പലരും തന്നെ വിളിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ സരിതയും വിളിച്ചിട്ടുണ്ടാവാം എന്ന് അദ്ദേഹം പറയുന്നു. 80 തവണ വിളിച്ച ഒരു വ്യക്തിയെ, അതും ഇത്രത്തോളം അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെ വിളിച്ചിരിക്കാം എന്നായിരുന്നു
അന്ന് ബെന്നി ബെഹന്നാൻ ചൂണ്ടിക്കാട്ടിയത്. ബെന്നി ബെഹന്നാൻ്റെ 9846184400 എന്ന നമ്പറിലേക്കാണ് സരിത 80 തവണ വിളിച്ചിരിക്കുന്നത് എന്നും ഈ ഫോൺ ലിസ്റ്റിൽ നിന്നും വ്യക്തമാകുന്നു. അതോടൊപ്പം തന്നെ ഹൈബി ഈഡൻ, എറണാകുളം MLA ഹൈബി ഈഡനെ വിളിച്ചിരിക്കുന്നത് 18 തവണയാണ്. 9447147091 എന്ന നമ്പറിലേക്കാണ് സരിത ഈ കാലയളവിൽ 18 തവണ വിളിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ തവണ വിളിച്ചിരിക്കുന്നത് തമ്പാനൂർ രവിയാണ്. മുഖ്യമന്ത്രിയുടെ വലങ്കൈ എന്ന് വിശേഷിപ്പിക്കുന്നവരിൽ ഒരാളാണ് തമ്പാനൂർ രവി. അദ്ദേഹത്തിൻ്റെ 9447022247 എന്ന നമ്പറിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അത് 3 നമ്പറുകൾ, സരിതയുടെ 3 നമ്പറുകളിൽ നിന്നും ആണ് വിളിച്ചിരിക്കുന്നത്. ഒരു നമ്പറിൽ നിന്നും 18 തവണ, മറ്റൊരു നമ്പറിൽ നിന്നും 51 തവണ, മറ്റൊരു നമ്പറിൽ നിന്നും മൂന്നാമത്തെ നമ്പറായ 9544023627 നിന്നും 446 തവണയും, അങ്ങനെ 515 തവണയാണ് ഈ ഒരു വർഷത്തിനിടയിൽ സരിത തമ്പാനൂർ രവിയെ വിളിച്ചിരിക്കുന്നത്. തമ്പാനൂർ രവിയുമായി സരിത നടത്തിയ ടെലിഫോൺ സംഭാഷണവും നേരത്തെ പീപ്പിൾ TV പുറത്തുവിട്ടിരുന്നു. ഇതിൽ നിന്നൊക്കെയും വ്യക്തമാകുന്നത് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷവും സരിത നിരന്തരം മുഖ്യമന്ത്രിയുമായും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത ആളുകളുമായും നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു. ഒരുപക്ഷെ ജാമ്യം തേടാനോ അല്ലെങ്കിൽ അതുമായി മറ്റ് പ്രശ്നങ്ങളിൽ നിന്നും തലയൂരുന്നതിന് വേണ്ടിയിട്ടോ ആയിരിക്കണം ബന്ധപ്പെട്ടിട്ടുണ്ടാവുക എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. സരിതയെ അറിയുകയേ ഇല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് പൊളിയുകയാണ്. കാരണം എന്തിനാണ് മുഖ്യമന്ത്രിയുമായി ഇത്ര അവിടെ ദിനകർ 2015 മാർച്ച് 1 മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഫോണിലേക്ക് വിളിക്കുന്നു. അതിനുശേഷം ഒരുപക്ഷെ അനുബന്ധമായി തന്നെയാണോ 1-ാം തീയതി ഔദ്യോഗിക ടെലിഫോണിലേക്ക് വിളിക്കുന്നു, അതിനുശേഷം തുടർച്ചയായിട്ടാണോ ഈ വാസുദേവ ശർമ്മ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഫോണിലേക്ക് നിരന്തരം വിളിക്കുകയും തിരിച്ചും അങ്ങോട്ടും വിളിക്കുന്നുണ്ടോ? കാരണം അതിനുശേഷം വിശ്വസ്തരിലേക്കാണ് ഒരുപക്ഷെ, ഒപ്പമുള്ള ആളാണ് വാസുദേവ ശർമ്മ, മുഖ്യമന്ത്രിക്ക് നിരന്തരം ഒരുപക്ഷെ ടെലിഫോൺ എപ്പോഴും കൈമാറാൻ കഴിയുന്ന, ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു ഫോൺ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെതാണ്. അങ്ങനെ പരിശോധിച്ചാൽ ഔദ്യോഗിക ഫോണിലേക്കുള്ള വിളി വരുന്നു, അതിനുശേഷം തുടർച്ചയായി പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഫോണിലേക്ക്. തീർച്ചയായും മുഖ്യമന്ത്രിയുമായുള്ള ബന്ധം തന്നെയാണോ വ്യക്തമാകുന്നത്? ഒരുപക്ഷെ അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചാൽ തീർച്ചയായും അതിനുശേഷമാണ് ഈ വിളികളൊക്കെയും നടന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയെ മാർച്ച് 1 വിളിക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ പരിശോധിച്ചപ്പോൾ ഈ ലിസ്റ്റിൽ കാണാൻ കഴിയുന്നത്. പിന്നീട് തുടർന്ന് ഇങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെയാണ് ഇവരെയൊക്കെയും സരിത നായർ ടെലിഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാർച്ച് 1-ാം തീയതി 2:29 ആണ് വിളിക്കുന്നത്. 50 സെക്കൻഡ് മാത്രമാണ് ആ സംസാരം നീണ്ടുനിന്നത്. കരമന ടവർ ലൊക്കേഷനിലായിരുന്നു അന്ന് സരിത ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ എടുത്തു പരിശോധിച്ചാൽ വാസുദേവ ശർമ്മയുമായി സംസാരിച്ചതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോവുകയാണ് എങ്കിൽ ഏതാണ്ട് മിനിറ്റുകളോളം സംസാരിച്ചതിൻ്റെ വിശദാംശങ്ങളും ഇതിൽ ലഭ്യമാണ്. വാസുദേവ ശർമ്മയെ ഈ ഓരോ ദിവസം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 11 മിനിറ്റുകളോളം സംസാരിച്ചതിൻ്റെ വിശദാംശങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. 34 തവണയാണ് വാസുദേവ ശർമ്മയുടെ ഫോണിലേക്ക് സരിത നായർ വിളിച്ചിരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതൊക്കെയും ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം മനസ്സിലാക്കാവുന്ന തരത്തിൽ ആയിരിക്കാം. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം കൂടി ഒരുപക്ഷെ ഉണ്ട് എന്ന തരത്തിൽ സ്വാഭാവികമായും ഒരുപക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഉയർന്നു വരാവുന്ന ചോദ്യങ്ങളാണ്. ആ സമയങ്ങളിലൊക്കെയും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം കൂടി വ്യക്തമാകുന്ന തരത്തിലേക്കായിരിക്കാം ഒരുപക്ഷെ ഈ ടെലിഫോൺ വിളി എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരുമോ? ആ ടൈം അടക്കം ആ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പരിശോധിച്ചാൽ തീർച്ചയായും പ്രജീഷ് നവംബർ ഡിസംബർ മാസങ്ങളിലാണ്, അതായത് 2015 നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഏറ്റവും അധികം വാസുദേവ ശർമ്മയെ സരിത നായർ വിളിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാകും. ഡിസംബറിൽ ഏതാണ്ട് 2015 ഡിസംബറിൽ ഏതാണ്ട് 15 തവണ വിളിച്ചിട്ടുണ്ട്. നവംബറിലും അതേ രീതിയിൽ തന്നെ ഏതാണ്ട് 6-7 തവണയോളം നവംബറിലും വിളിച്ചിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഒക്ടോബറിലും വിളിച്ചിട്ടുണ്ട്. ഒക്ടോബറിൽ 2 തവണ വിളിച്ചിരിക്കുന്നു. നവംബറിൽ ഏതാണ്ട് 7-8 തവണയോളം വിളിച്ചിരിക്കുന്നു. 8 മിനിറ്റ് വരെ സംസാരിച്ചതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ഇവിടെ ലഭ്യമായിട്ടുണ്ട്. വാസുദേവ ശർമ്മയെ മുഖ്യമന്ത്രിയുമായുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ലഭ്യമാകുന്നത് വാസുദേവ ശർമ്മയെ തന്നെയാണ്. സ്വാഭാവികമായും അദ്ദേഹം ഓഫീസിലുള്ളപ്പോഴും അല്ലാത്തപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വ്യക്തിയാണ് വാസുദേവ ശർമ്മ. അതോടൊപ്പം നമ്മൾ ഏറ്റവും ഒടുവിൽ പരിശോധിച്ചാൽ തമ്പാനൂർ രവിയാണ് ഏറ്റവും അധികം വിളിച്ചിരിക്കുന്നത്, 515 തവണ. ആ വാർത്ത നേരത്തെ പുറത്തു വരികയും ചെയ്തതാണ്. സോളാർ കമ്മീഷനിലും ഇക്കാര്യം വെളിപ്പെട്ടിരുന്നു. അന്ന്
തമ്പാനൂർ രവിയും തന്നെ സരിത വിളിച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്തു. തമ്പാനൂർ രവിയുമായുള്ള ടെലിഫോൺ സംഭാഷണവും നമ്മൾ പുറത്തുവിട്ടിരുന്നു. കാരണം സരിത സോളാർ കമ്മീഷന് മുൻപാകെ ഹാജരാകുന്ന ദിവസങ്ങൾക്ക് തലേന്നാണ് തമ്പാനൂർ രവി സരിതയെ വിളിച്ചിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ നേരത്തെ കേട്ടതുമാണ്. ഇന്ന രീതിയിൽ അല്ലെങ്കിൽ തമ്പാനൂർ രവി മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഹാനികരമാകുന്ന ഒന്നും പറയരുത് എന്ന നിലപാടാണ് തമ്പാനൂർ രവി സ്വീകരിച്ചത്. അത്തരത്തിലുള്ള ഉപദേശം സരിതയ്ക്ക് നൽകുകയും ചെയ്യുന്നു. പത്രങ്ങളൊക്കെയും വായിച്ചു നോക്കണം, അതിനുശേഷമായിരിക്കണം മൊഴി നൽകേണ്ടത് എന്നും തമ്പാനൂർ രവി അന്ന് ഉപദേശിച്ചിരുന്നു. അതോടൊപ്പം പിന്നീട് ഏറ്റവും അധികം കൂടുതൽ വിളിച്ചിരിക്കുന്നത് ബെന്നി ബെഹന്നാൻ MLA ആണ്. ബെന്നി ബെഹന്നാൻ MLA മുഖ്യമന്ത്രിയുടെ വലങ്കയായി പ്രവർത്തിക്കുന്നവരിൽ ഒരാളാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് ഇക്കാലയളവിൽ നമുക്ക് അക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിന്നീട് ആര്യാടൻ മുഹമ്മദിനെ ഏറ്റവും അധികം വിളിച്ചിരിക്കുന്നു. പിന്നീട് ഹൈബി ഈഡനെ വിളിച്ചിരിക്കുന്നു. അടൂർ പ്രകാശിനെ ഒരു തവണ വിളിച്ചിരിക്കുന്നു. ഇതൊക്കെയും വ്യക്തമാക്കുന്നത് ഇതിലൊക്കെയും ദുരൂഹത നിലനിൽക്കുന്നു. പുറത്തു വരുന്ന വാർത്തകളും ഇതുമായി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ആ ടൈമിലൊക്കെയും ഒരുപക്ഷെ അജാമ്യത്തിൽ ഇറങ്ങിയ സമയത്ത് വ്യക്തമായ ഡീലിങ്ങിന് സരിത പോയി എന്നുള്ള പുറത്തേക്ക് വരുന്ന വാർത്തകളൊക്കെ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ അവരെ നിരന്തരം വിളിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ അന്നത്തെ സാഹചര്യങ്ങൾ നിയമതലത്തിൽ അന്നത്തെ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, സരിതയ്ക്ക് ഒരു പക്ഷേ ഏത് രീതിയിൽ ഇവരെ സഹായത്തിന് തേടാനുള്ള വഴികൾ, ഇതൊക്കെ പരിശോധിച്ചാൽ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ, മാത്രമല്ല സരിതയുടെ കേസിൻ്റെ നാൾവഴികൾ സംബന്ധിച്ച് നിലനിന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ ചേർത്ത് വായിച്ചാൽ തീർച്ചയായും പ്രജീഷ്, ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം സരിത നിരന്തരം ഇവരുമൊക്കെയായി ബന്ധപ്പെട്ടിരുന്നു. അത് പണമിടപാട് സംബന്ധിച്ച് അല്ലെങ്കിൽ പല സെറ്റിൽമെൻറ്റുകളും സരിത കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. പിന്നീട് സരിതയ്ക്ക് കാറ് ഉൾപ്പെടെയുള്ള വലിയ സൗകര്യങ്ങളിലേക്ക് സരിത എത്തിച്ചേർന്നു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അതൊക്കെ കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സരിതയ്ക്ക് പണം ലഭിച്ചിരുന്നു, അല്ലെങ്കിൽ സോളാർ കേസിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ രക്ഷിക്കുന്നതിനു വേണ്ടി സരിതയ്ക്ക് പണം ലഭിച്ചിരുന്നു എന്ന വെളിപ്പെടുത്തലുകൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സാധൂകരിക്കുന്ന രീതിയിലേക്ക് ഇത്തരം ടെലിഫോൺ കോളുകൾ നമുക്ക് കാണേണ്ടി വരും. കാരണം അതല്ല എങ്കിൽ എന്തിനാണ് ഇത്രയും തവണ സരിത മുഖ്യമന്ത്രിയുമായി അടുത്ത ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നത്, നിരന്തരം ടെലിഫോണിൽ വിളിച്ചിരുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. അതോടൊപ്പം കൂട്ടിവായിക്കേണ്ട മറ്റൊരു കാര്യം, ഇന്നലെ സരിത നായരുടെ വെളിപ്പെടുത്തൽ ഉണ്ടായി. സരിതയുടെ കത്ത് പുറത്തു വരികയും ചെയ്തു. ആ കത്തിൽ മുഖ്യമന്ത്രിയുമായി ഉള്ള ബന്ധങ്ങൾ സംബന്ധിച്ച് സരിത വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നീട് സരിത പീപ്പിൾ TVയോട് അക്കാര്യം തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി തന്നെ പീഡിപ്പിച്ചു, അതോടൊപ്പം തന്നെ ഒരു മുൻ കേന്ദ്രമന്ത്രി തന്നെ പീഡിപ്പിച്ചു, അതും ഒരു മന്ത്രിയുടെ വസതിയിൽ വെച്ച്. അതോടൊപ്പം തന്നെ മറ്റു പലരും തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യവും സരിത ഇന്നലെ വെളിപ്പെടുത്തുകയുണ്ടായി. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായും എന്തിന് സരിത ഇത്രയും തവണ ഇവരെയൊക്കെ ബന്ധപ്പെട്ടു എന്ന് അതായത് കെ ജി ദിനകർ ഏറ്റവും ഒടുവിലായി ഈ നിമിഷവും മുഖ്യമന്ത്രി പറയുന്നു, മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണ് ഒരു പക്ഷേ വന്നുകൊണ്ടിരിക്കുന്നത്, ആരോപണവും യാഥാർത്ഥ്യവും രണ്ടും രണ്ടാണ്. ആരോപണങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി പറയുന്ന ഈ ആരോപണങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരുന്ന നമ്മളടക്കം വാർത്ത വരുന്നു, അത് യാഥാർത്ഥ്യങ്ങളാണ്, ടെലിഫോൺ രേഖകളാണ്, ശാസ്ത്രീയമായ രേഖകളാണ് ഒരു പക്ഷേ ജനമധ്യത്തിലേക്ക് വരുന്നത്. ഇത് അല്ല എന്ന് സ്ഥാപിക്കാൻ തക്ക ഒരു തെളിവുകളോ മുഖ്യമന്ത്രിക്ക് നിരത്താൻ കഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ ഇന്നിപ്പോൾ സരിതയുടെ വാദഗതികളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം വന്നത് പല അർത്ഥത്തിലാണ് വ്യാഖ്യാനങ്ങൾ വരുന്നത്. അതിനെ ചുവട് പിടിച്ച് ഇക്കാര്യങ്ങളൊക്കെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണിന്ന് ശാസ്ത്രീയമായി പീപ്പിൾ TVയിലൂടെ മുന്നോട്ട് വരുന്നത്. കാരണം 515 തവണയാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ തമ്പാനൂർ രവിയെ സരിത വിളിച്ചിരിക്കുന്നത്. തിരിച്ചും അങ്ങോട്ടുള്ള വിളികൾ ശബ്ദരേഖയടക്കം പുറത്തേക്ക് വരുന്നു. ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണോ എല്ലാ കാര്യങ്ങളും കേന്ദ്രീകരിക്കപ്പെടുന്നത്? വാസുദേവ ശർമ്മയെ സരിത ടെലിഫോണിൽ വിളിക്കണം, പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്, അതും 30-40ഓളം തവണ. മുഖ്യമന്ത്രിയെ ഔദ്യോഗികമായി വിളിച്ചതിന് ശേഷം അനുബന്ധമായി വന്നിരിക്കുന്ന ഈ വിളികളൊക്കെയും കേന്ദ്രീകരിക്കപ്പെടുന്നത് മുഖ്യമന്ത്രിയിലേക്കാണോ? പ്രജിഷ, തീർച്ചയായും മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളും സരിത പരസ്പരം ടെലിഫോണിൽ ബന്ധപ്പെട്ടതിൻ്റെ രേഖകളാണ് പുറത്തു വരുന്നത്. ഇതിലൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർ തമ്മിൽ ഒരു നെക്സസ് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വ്യക്തമായ ടെലിഫോൺ സംഭാഷണങ്ങളാണ് പുറത്തു വരുന്നത്. പരസ്പരം ബന്ധപ്പെട്ടതിൻ്റെ ടെലിഫോൺ രേഖകൾ പുറത്തു വരുമ്പോൾ എന്തിന് ഇത്തരത്തിൽ ഇവർ ബന്ധപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മുന്നിൽ ഉയർന്നു വരുന്ന ചോദ്യം. സ്വാഭാവികമായും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, ഇത് ഒരു ക്രിമിനലായിട്ടുള്ള ഒരു വ്യക്തി ഉന്നയിക്കുന്ന ആരോപണം, അത് എങ്ങനെ മുഖവിലേക്കെടുക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് സരിതയ്ക്കെതിരെ
മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നില്ല? അതല്ല എങ്കിൽ മറ്റ് MLA-മാർ, മുഖ്യമന്ത്രിയുമായി അടുത്തു നിൽക്കുന്ന ആളുകൾ എന്തുകൊണ്ട് സരിതയ്ക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ തയ്യാറാകുന്നില്ല, സരിതയ്ക്കെതിരെ കേസ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല? തങ്ങളെ മോശമാക്കുന്ന രീതിയിൽ ചിത്രീകരിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി എന്തുകൊണ്ട് മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ ഇവരാരും തയ്യാറാകുന്നില്ല എന്നിടത്താണ് ഇവിടെ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം. എന്തുകൊണ്ട് സരിതയ്ക്കെതിരെ നീങ്ങാൻ ഇവരെ ആരെയും പ്രേരിപ്പിക്കുന്നില്ല എന്നുള്ളിടത്ത് അതിന്റെ ഒരുപക്ഷെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരിക്കൽ കൂടി ദിനകർ പരിശോധിച്ചാൽ ആരൊക്കെ എത്ര തവണ ഏതൊക്കെ സമയങ്ങളിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് സരിത ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരെ ബന്ധപ്പെടുന്നത്, ആ സ്റ്റാറ്റിസ്റ്റിക്സ്, ആ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷമുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഒരിക്കൽ കൂടി അതിലേക്ക് പോയാൽ? പ്രജിഷ്, മുഖ്യമന്ത്രിയെ വിളിക്കുന്നത് 2015 മാർച്ച് 1 തീയതിയാണ്. സരിത ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഈ ഫോൺ വിളി ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കെ വാസുദേവ ശർമ്മയെ 34 തവണ സരിത വിളിച്ചതിൻ്റെ രേഖകൾ ലഭ്യമായിട്ടുള്ളത്. 34 തവണയാണ് വിളിച്ചിരിക്കുന്നത്. 9447773747 എന്ന നമ്പറിൽ നിന്നുമാണ് പരസ്പരം വിളിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അടൂർ പ്രകാശിനെയും വിളിച്ചിരിക്കുന്നു. അടൂർ പ്രകാശിൻ്റെ നമ്പറിൽ നിന്നും 2 നമ്പറുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ആര്യാടൻ മുഹമ്മദുമായി 41 തവണയാണ് ടെലിഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇവർ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്. ബെന്നി ബെഹനാനും സരിതയുമായി 80 തവണയും പരസ്പരം ഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ഈ ലിസ്റ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ തമ്പാനൂർ രവിയും സരിതയുമായി 515ഓളം തവണ ടെലിഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നതിൻ്റെയും രേഖകളാണ് ഇപ്പോൾ പീപ്പിൾ പുറത്തുവിടുന്നത്. ഹൈബി ഈഡനുമായും 18 തവണ, ഹൈബി ഈഡനും സരിതയും തമ്മിൽ 18 തവണ ടെലിഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നതിന് അഡ്വക്കേറ്റ് ജയശങ്കർ ചേരുകയാണ്. ശ്രീ ജയശങ്കർ, കാരണം ആരോപണങ്ങളൊക്കെ തന്നെ അത് ആരോപണങ്ങളായി നിലനിൽക്കുന്നു, യാഥാർത്ഥ്യവുമായി യാതൊരു പൊരുത്തവുമില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുമ്പോഴും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ശാസ്ത്രീയമായ തെളിവുകളാണ്, രേഖകളാണ്, ടെലിഫോൺ രേഖകളാണ്. കാരണം 2015 മാർച്ചിന് ശേഷം അന്ന് ജാമ്യത്തിൽ ഇറങ്ങിയ ഉടനെ മുഖ്യമന്ത്രിയെ ഔദ്യോഗിക നമ്പറിലേക്ക് സരിത വിളിക്കുന്നു. അതിനുശേഷം തുടർച്ചയായുള്ള വിളികളെല്ലാം പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഫോണിലേക്ക്, വിശ്വസ്തനായ തമ്പാനൂർ രവിയുടെ ഫോണിലേക്ക് 515 തവണയാണ് വിളിച്ചിരിക്കുന്നത്. ഒരു ബന്ധവുമില്ലെങ്കിൽ എന്തിന് ഈ ഫോൺ വിളി? മുഖ്യമന്ത്രി പറയുന്നത് പോലെ അല്ലെങ്കിൽ വിശ്വസ്തർ പറയുന്നത് പോലെ അഭിസാരികയാണ്, അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പുകാരിയാണ്, ഇതൊക്കെ പറയുമ്പോഴും എന്തിനീ പറയുന്ന വാചകങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തി ഇവരുടെയൊക്കെ ഫോണിലേക്ക് ഇങ്ങനെ നിരന്തരം വിളിക്കണം? ചോദ്യങ്ങൾ പ്രസക്തമല്ലേ? അല്ല, മുഖ്യമന്ത്രി സരിത തമ്മിലുള്ള ബന്ധം ലോകപ്രസിദ്ധമായിട്ടുള്ള കാര്യമല്ലേ? അത് മൂക്ക് കീഴ്പോട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാം ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. സരിത എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ അനുചരന്മാരെയും വിളിക്കുന്നത് എന്ന്? സരിത മറ്റു തരത്തിൽ പവർഫുൾ ആയിരുന്നെങ്കിൽ അവര് VM സുധീരനെ വിളിക്കുമായിരുന്നു, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ വിളിക്കുമായിരുന്നു, അതല്ലെങ്കിൽ കോൺഗ്രസിലെ മറ്റേതെങ്കിലും നേതാവിനെ വിളിക്കുമായിരുന്നു. ഇല്ല, എല്ലായ്പ്പോഴും സരിത വിളിക്കുന്നത് മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ ബെന്നി ബെഹനാനാണെങ്കിൽ തമ്പാനൂർ രവിയാണ്. എതിർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ ആരും വിളിക്കുന്നില്ല. സരിത ജോസഫ് വാഴക്കനെ വിളിക്കുന്നില്ല, അല്ലെങ്കിൽ ഐ ഗ്രൂപ്പിൽപ്പെട്ട മറ്റേതെങ്കിലും നേതാവിനെ വിളിക്കുന്നില്ല, അല്ലെങ്കിൽ മൂന്നാഞ്ചേരിയിലും നാലാഞ്ചേരിയിലുള്ള കോൺഗ്രസ്സുകാരെ വിളിക്കുന്നില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഗ്രൂപ്പിൽ തന്നെ പെട്ട PT തോമസിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാവിനെയോ വിളിക്കുന്നില്ല. സരിത വിളിക്കുന്ന എല്ലായ്പ്പോഴും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർശ്വവർത്തികളായ തമ്പാനൂർ രവിയോ ബെന്നി ബെഹനാനിയോ ആണ്. കാരണം ഇവർ കൊടുക്കാന്ന് പറഞ്ഞ പൈസ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് സരിത ആവർത്തിച്ച് വിളിക്കുന്നത്. ഇവർ പല വാഗ്ദാനങ്ങളും കൊടുത്തിട്ടാണ് സരിതയുടെ 23 പേജുണ്ടായിരുന്ന കത്ത് 4 പേജാക്കി ചുരുക്കിയത്. അന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ കോടിക്കണക്കിന് രൂപ കൊടുക്കാത്തതുകൊണ്ടാണ് സരിത ആ പൈസ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവരെ നിരന്തരമായിട്ട് വിളിക്കുന്നത്. സോളാർ കമ്മീഷനിൽ എങ്ങനെ മൊഴി കൊടുക്കണം എന്നതിനെ സംബന്ധിച്ച് തമ്പാനൂർ രവി സരിതയ്ക്ക് ക്ലാസ് എടുക്കുന്നത് നമ്മൾ കേട്ടല്ലോ. തമ്പാനൂർ രവി അത് നിഷേധിച്ചില്ലല്ലോ. തമ്പാനൂർ രവി പറഞ്ഞില്ലല്ലോ എന്റെ ശബ്ദമല്ല കേൾക്കുന്നത്, മറ്റാരോ മിമിക്രിക്കാരെ വെച്ച് ഡബ് ചെയ്തതാണെന്ന് പറയുന്നില്ലല്ലോ, പറയാൻ പറ്റില്ലല്ലോ. ബെന്നി ബെഹനാനും പറയില്ലല്ലോ, ആർക്കും പറയാൻ പറ്റുകയില്ല. അപ്പൊ ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയിട്ടാണ് സരിത ഇതുപോലുള്ള ഈ കുൽസിത പ്രവൃത്തികളൊക്കെ നടത്തിയിട്ടുള്ളത്. ഉമ്മൻചാണ്ടിക്കും അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകൾക്ക് ഇതിൽ വലിയ പങ്കുണ്ട്. ആ കാര്യം പകൽ പോലെ വ്യക്തമാണ്. അതിപ്പോൾ ഒരു ടെലിഫോൺ രേഖയുടെ ആവശ്യമില്ല. ടെലിഫോൺ രേഖകൾ നേരത്തെ തന്നെ വന്ന ആരോപണങ്ങൾക്ക് ബലം കൂട്ടുന്നതാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതെ, അങ്ങനെ തീർച്ചയായും ജയശങ്കർ, അവിടെയാണ് ഈ ടെലിഫോൺ രേഖകളിലേക്ക് പോലും ഒരുപക്ഷെ പോകേണ്ടി വരുന്ന സാഹചര്യം. മന്ത്രിയാണ്, സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുകയാണ് തനിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ അത് യാഥാർത്ഥ്യവുമായി ഒരു പൊരുത്തവുമില്ല. പക്ഷേ അത് സാധൂകരിക്കാൻ ഒരു തെളിവുകൾ പോലും മറിച്ച് മുഖ്യമന്ത്രിക്ക് നിരത്താൻ കഴിയാത്ത ഒരു സാഹചര്യം. പക്ഷേ അതേസമയം
മറുവശത്തേക്കുള്ള ആരോപണങ്ങളുടെയൊക്കെ ആക്കവും ശാസ്ത്രീയ തെളിവും ഒക്കെ വർദ്ധിച്ചു വരുന്നു. എല്ലാവരും ഒരുപക്ഷെ മുഖ്യമന്ത്രി വിശ്വസ്തർ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ എതിർ ഗ്രൂപ്പിലേക്ക് ആരെ പോലും വിളിക്കുന്നില്ല. ഒക്കെയും പറയുമ്പോഴും മുഖ്യമന്ത്രിയുടെ ക്രെഡിബിലിറ്റി അനുദിനം ചോർന്നുകൊണ്ടിരിക്കുന്നു. അല്ല, മുഖ്യമന്ത്രിക്ക് ഇനി നഷ്ടപ്പെടാൻ ക്രെഡിബിലിറ്റി ഒട്ടുമില്ല. അദ്ദേഹത്തിന്റെ നിലപാടുകൾ നമുക്ക് മനസ്സിലായല്ലോ. ഇപ്പോ ബെന്നി ബെഹനാന്, ഡൊമിനിക് പ്രസന്റേഷന്, കെ ബാബുവിന്, അടൂർ പ്രകാശിനൊക്കെ വേണ്ടി സീറ്റിന് വേണ്ടി ഹൈക്കമാൻഡിനോട് പോലും വഴക്കടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കാണുന്നത്. രാഹുൽ ഗാന്ധി പറയുന്നു കളങ്കിതരായ ആളുകൾക്ക് സീറ്റ് കൊടുക്കുന്ന കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ മങ്ങലേൽപ്പിക്കും. VM സുധീരൻ പറയുന്നു, കോൺഗ്രസിലെ മറ്റ് ആളുകളൊക്കെ പറയുന്നു. അടൂർ പ്രകാശിനെ മാറ്റി നിർത്താൻ തയ്യാറാണെന്ന് രമേശ് ചെന്നിത്തല പോലും പറയുന്നു, ഗ്രൂപ്പ് മാനേജർ എന്ന നിലയ്ക്ക്. പക്ഷേ അടൂർ പ്രകാശിന് സീറ്റ് കൊടുക്കുന്നത് രമേശിനേക്കാൾ നിർബന്ധം ഉമ്മൻചാണ്ടിക്കാണ്. കാരണം അല്ലെങ്കിൽ പ്രകാശ് പല സത്യങ്ങളും പുറത്ത് വിളിച്ചു പറയും. എത്രാം കായൽ നികത്താന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കർമ്മക്കുടിയിൽ സ്ഥലം നികത്താൻ അനുവാദം കൊടുത്ത ആർക്ക് വേണ്ടിയിട്ടാണ്, ഭൂമി പതിച്ചു കൊടുത്ത ആരുടെ ആവശ്യത്തിനാണ് എന്നൊക്കെ അദ്ദേഹം പറയും. അത് പുറത്ത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ സീറ്റ് കൊടുക്കണമെന്ന് വാശി പിടിക്കുന്നത്. ഇവിടെ ഒരുപക്ഷെ ഈ എൻ്റെ നമ്പറിലേക്കോ എന്നെ തുറന്ന പുസ്തകമാണ് എൻ്റെ ജീവിതം, ആർക്കും ഒരുപക്ഷെ വളരെ സുതാര്യതയോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു ഭരണക്രമം, അവിടെ ആർക്കും എപ്പോൾ വേണമെങ്കിലും എന്നെയോ എൻ്റെ ടെലിഫോൺ നമ്പറിലേക്കോ അല്ലെങ്കിൽ എന്നെ കിട്ടിയില്ലെങ്കിൽ എന്നോടൊപ്പം നിൽക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ളവരെ വിളിക്കാം. ആ വിളിയുടെ ഭാഗമായിട്ട് മാത്രമാണ് സരിത ഈ വിളിച്ചിരിക്കുന്നതും എന്ന ഒരു വാദഗതി ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടവരും എ ഗ്രൂപ്പിൽ അടക്കമുള്ളവർ. ഈ നിമിഷം വരെയും ഇത്തരം തെളിവുകൾ വരുമ്പോഴും അതിലെ യുക്തി അല്ല, അത് ഇതുപോലെ ഒരു അവകാശവാദം സാക്ഷാൽ യേശുക്രിസ്തുവിനോ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിക്ക് പോലും ഉന്നയിക്കാൻ പറ്റുകയില്ല. മഹാത്മാഗാന്ധി പറഞ്ഞ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നാണ്. ഉമ്മൻചാണ്ടി പറയുന്നത് അത് തന്നെയാണ്, എന്റെ ജീവിതം തുറന്ന പുസ്തകമാണ്, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ഇത്ര വലിയൊരു മഹാനെ നമ്മുടെ കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ലോകത്തിന് ഉണ്ടായിക്കാണല്ലോ ഒരു പക്ഷേ. മഹാത്മാഗാന്ധിയേക്കാൾ വലിയ മഹാനാണ് ഉമ്മൻചാണ്ടി. കാരണം സരിതാ നായരുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലെ രണ്ടുപേര് രാജിവെച്ചു. ഗൺമാൻ ആ ജോലി ഉപേക്ഷിച്ച് പോകേണ്ട വന്നതിന് ശേഷവും സരിതയുടെ എല്ലാ വിളികൾക്കും കാതോർത്തിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ അനുചരന്മാരും. സരിതയുടെ ഏത് സംശയങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ ഏത് സമയത്തും തൽപരരാണ് ഇവരെല്ലാവരും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഇത്ര വലിയൊരു മഹാമനസ്കത യേശുക്രിസ്തുവിനും പോലും കാണിക്കാൻ കഴിഞ്ഞായിട്ട് ചരിത്രത്തിൽ ഒരു സ്ഥലത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. എന്റെ അഭിപ്രായത്തിൽ മാർപ്പാപ്പയുടെ അടുത്ത വരവിന് ഇദ്ദേഹത്തെ ഒരു വിശുദ്ധനായിട്ട് പുണ്യവാളനായിട്ട് പ്രഖ്യാപിക്കുന്നത്. കാരണം കേരളത്തിന് മുഖ്യമന്ത്രി ആയിരിക്കേണ്ട ആളല്ല അദ്ദേഹം രൂപക്കൂട്ടിൽ നിൽക്കുന്ന ആളാണ്. ഈ ഔസേപ്പ് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പോലെ അല്ലെ അന്തോണിസ് പുണ്യാളനോട് പ്രാർത്ഥിക്കുന്ന പോലെ ഇനി മേലിൽ ഉമ്മൻചാണ്ടിയോട് ആൾക്കാർ പ്രാർത്ഥിക്കാൻ തുടങ്ങും. മഹാനായ ഉമ്മൻ പുണ്യാള അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായിട്ടൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ജയശങ്കർ, ഇപ്പോഴും പൊതുസമൂഹം ഇന്നും ഇന്നലെയും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് സരിതയുടെ ക്രെഡിബിലിറ്റി സംബന്ധിച്ച്. ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ആരാണ്? അവിടെ സരിതയാണ്. പക്ഷേ നിയമത്തിന്റെ തലത്തിലേക്ക് വരുമ്പോൾ ഇവരൊക്കെയും ഈ പറയുന്ന മുഖ്യമന്ത്രി അടക്കം ആരോപണ വിധേയരായവരടക്കം പറയുന്നത് സരിതയുടെ ക്രെഡിബിലിറ്റിയാണ്. അതൊരു പക്ഷേ അവർ ഈ ആനുകൂല്യമായി അവർ കാണുന്നുണ്ടെങ്കിൽ നിയമത്തിന്റെ മുന്നിലേക്ക്, നിയമത്തിന്റെ കരങ്ങളിലേക്ക് അതിലൂടെ സഞ്ചരിക്കുന്ന നോക്കിക്കാണുന്ന വ്യക്തിയാണ് താങ്കൾ. സരിത എന്ന വ്യക്തിക്ക് അപ്പുറത്തേക്ക് ഉന്നയിച്ച വിഷയങ്ങൾ അത് പ്രസക്തമല്ലേ? തീർച്ചയായിട്ടും ഇവിടെ വലിയ ക്രെഡിബിലിറ്റി ഉള്ള ആളുകളാണല്ലോ അടൂർ പ്രകാശും അതുപോലെ ആര്യാടൻ മുഹമ്മദും ഉമ്മൻചാണ്ടിയും ഹൈബി ഇടുന്ന എല്ലാവരും. വമ്പിച്ച ക്രെഡിബിലിറ്റിയാണ്. ഇവരുടെ ക്രെഡിബിലിറ്റിയെ പറ്റി പറഞ്ഞ ആൾക്കാർ കാര്യത്തും എന്നുള്ള വേറെ കാര്യമാണ്. ഇത്ര വലിയ വിശ്വാസ്യതയുള്ള അല്ലെങ്കിൽ പൊതുജന സമൂഹത്തിൽ ഇത്ര അധികം സൽപ്പേരിന് ഉടമകളായ, സൽകീർത്തിക്ക് ഉടമകളായ ഈ മാന്യ വ്യക്തികൾ ഇന്നേ ദിവസം രാവിലെ കാലത്ത് 11 മണിക്ക് മജിസ്ട്രേറ്റ് കോടതി തുറക്കുമ്പോൾ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിനെതിരായിട്ട് സരിതയ്ക്കെതിരായിട്ട് മാനനഷ്ട കേസ് വലിയുണ്ടല്ലേ? ക്രിമിനൽ മാനനഷ്ട കേസ് വലിയുണ്ട്. സിവിലായിട്ട് പതുക്കെ കൊടുത്താലും മതി. അതെന്താ ഫയൽ ചെയ്യാത്തത്? അത് ഫയൽ ചെയ്യാത്തതിന്റെ കാരണം വളരെ വ്യക്തമല്ലേ? അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ചാനൽ പൂട്ടിക്കണ്ടേ? ഇവര് ഇന്നലെ ആ വെളിപ്പെടുത്തൽ നടത്തി ഹൈബി ഈഡനെതിരായിട്ട്, അല്ലെങ്കിൽ ആര്യാടനെതിരായിട്ട്, അടൂർ പ്രകാശിനെതിരായിട്ട്, KC വേണുഗോപാലിനെതിരായിട്ട്, മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇന്നേ ദിവസം വരെ ഒരു ചാനലുകാർ പറയാത്ത രീതിയിലുള്ള കാര്യങ്ങളല്ലേ അവിടെ പറഞ്ഞത്? അത് കൈരളി ചാനലിലാണ് പറഞ്ഞെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയ വിരോധം വെച്ച് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഏഷ്യാനെറ്റ് പോലെ ഒരു ചാനൽ ഇങ്ങനെ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ കേസ് കൊടുത്താൽ ഈ ചാനൽ പൂട്ടിക്കണ്ടേ? അതെന്താ ചെയ്യാത്തത്? കോട്ടെ ഇതിനു മുമ്പ് ഇതുപോലുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ ഇവർ പല ആൾക്കാർക്ക് മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയച്ചില്ലേ? ഇവരാരെങ്കിലും കേസ് കൊടുത്തു? മുഖ്യമന്ത്രിയുടെ മകൻ ചാണ്ടി ഉമ്മൻ എത്രയോ പേർക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു. ദേശാഭിമാനി പത്രത്തിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു. വലിയ സംഖ്യ ചോദിച്ചുകൊണ്ടാണ്. ഒരു സംഖ്യ ദേശാഭിമാനിക്കാർ കൊടുത്തില്ല, കൊടുക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. BJP നേതാവ് സുരേന്ദ്രനെതിരായിട്ട് വക്കീൽ നോട്ടീസ് അയച്ചു. സുരേന്ദ്രന് 1/2 ഡസനോ മറ്റോ വക്കീൽ നോട്ടീസുകൾ പല സ്ഥലത്തു നിന്നായിട്ട് കിട്ടി. ഒരാൾക്കും പുള്ളി ഒരു നയ പൈസ പോലും കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞില്ല. പക്ഷെ ആരും മാനനഷ്ട കേസ് കൊടുത്തില്ല. കാരണം ഈ കേസ് നോട്ടീസ് അയക്കുന്ന ആളുകൾക്ക് ആർക്കും മാനമില്ല. മാനമുണ്ടെന്ന് അവർ തെളിയിക്കേണ്ടി വരും. അപ്പൊ കോടതിയിൽ അസുഖകരമായ പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ടാണ് മാനനഷ്ട കേസ് കൊടുക്കാത്തത്. അടൂർ പ്രകാശിന് മാനമില്ല, IB ഈഡന് മാനമില്ല. മനസ്സിലായില്ലേ?
അതുകൊണ്ടാണ് ഈ തമ്പാനൂർ രവി തന്നെ എന്ത് കേസ് കൊടുത്തന്നെ. കേസ് കൊടുക്കാത്തതിന്റെ കാരണം ഇത് ഇവർ ആർക്കും കേസ് കൊടുക്കാൻ പറ്റില്ല, അതാണ് കാരണം. യെസ് വളരെ പ്രസക്തമായ വാദങ്ങൾ തന്നെയാണ് ശ്രീ ജയശങ്കർ താങ്കളും ഉയർത്തിയത്. വളരെ സുപ്രധാനമായ ടെലിഫോൺ രേഖകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. 2015 മാർച്ചിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ടെലിഫോണിലേക്ക് ജാമ്യത്തിലിറങ്ങിയ സരിത വിളിക്കുന്നു. അനുബന്ധമായി പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഫോണിലേക്ക് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസ്തരടക്കം ടെലിഫോണിലേക്ക് 515 തവണയാണ് തമ്പാനൂർ രവിയുടെ ഫോണിലേക്ക് സരിത വിളിച്ചത്. അതിൻ്റെ രേഖകളാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. സരിതയുടെ ഫോൺ വിളിയുടെ വിശദാംശങ്ങൾ, മുഖ്യമന്ത്രിയുടെ ബന്ധത്തിൻ്റെയൊക്കെ തന്നെ തെളിവുകൾ പുറത്തേക്ക് വരുന്നു ടെലിഫോൺ രേഖകളായി. വിശദാംശങ്ങളിലേക്ക് ദിനകറിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ദിനകർ, മുഖ്യമന്ത്രി പറയുന്നതൊക്കെയും പൊള്ളയായി ജനമധ്യത്തിലേക്ക് വരികയാണോ? രേഖകൾ, പുറത്തേക്ക് വരുന്ന തെളിവുകൾ വ്യക്തമാക്കുന്നത് സരിതയുമായുള്ള ബന്ധത്തിന്റെ തെളിവുകളാണോ? ആരെയൊക്കെയാണ് സരിത വിളിച്ചത്? മുഖ്യമന്ത്രിയെ ഏത് സമയത്ത് വിളിച്ചു? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, വിശ്വസ്തരെ അടക്കം വിളിച്ച വിളികളുടെയൊക്കെയും തോത്? തീർച്ചയായും പ്രജീഷ്, സരിതയും മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ അടുത്ത ആളുകളുമായി സരിതയും പരസ്പരം ബന്ധപ്പെട്ടതിൻ്റെ രേഖകളാണ് പുറത്തു വരുന്നത്. നിരവധി തവണ സരിതയും MLA-മാർ ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെട്ടതിൻ്റെ രേഖകളും ആണ് പുറത്ത് വരുന്നത്. മുഖ്യമന്ത്രിയുമായി മാർച്ച് 1-ാം തീയതിയാണ് സരിത ടെലിഫോണിൽ സംസാരിച്ചത്. അതിനുശേഷം പൊളിറ്റിക്കൽ സെക്രട്ടറി വാസുദേവ ശർമ്മയുമായും സരിതയുമായും 34 തവണയോളം ടെലിഫോൺ വഴി ബന്ധപ്പെട്ടിട്ടുണ്ട്. അടൂർ പ്രകാശുമായി ഒരു തവണയാണ് ബന്ധപ്പെട്ടത്. ആര്യാടൻ മുഹമ്മദും സരിതയുമായി 41 തവണ ടെലിഫോണിൽ ബന്ധപ്പെട്ടു. അതോടൊപ്പം ബെന്നി ബെഹനാനും സരിതയും തമ്മിൽ 80 തവണയോളം ടെലിഫോണിൽ സംഭാഷണം നടത്തിയിട്ടുണ്ട്. ഹൈബി ഈഡനുമായി 18 തവണയാണ് സംഭാഷണം നടത്തിയിരിക്കുന്നത്. തമ്പാനൂർ രവിയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 515 തവണയാണ് തമ്പാനൂർ രവിയും സരിതയുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തിയത്. ഇരുവരും എന്തിനു വേണ്ടി, അതായത് സരിത ജാമ്യത്തിലിറങ്ങിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ടെലിഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഉയരുന്ന ചോദ്യം, എന്തിനു വേണ്ടി ഇവർ ടെലിഫോണിൽ ഇത്ര തവണ ബന്ധപ്പെട്ടു എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഉള്ളുകള്ളുകൾ കിടക്കുന്നത്. സരിത ജാമ്യത്തിലിറങ്ങിയ ശേഷം തമ്പാനൂർ രവിയുമായും സരിതയുമായും 515 തവണ ബന്ധപ്പെടുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു സംശയം ഉയർന്നു വരാം. മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തമ്പാനൂർ രവി നടത്തിയിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്ന വേളയിൽ നമ്മൾ കണ്ടതാണ്. അതും ഇതുമായി കൂട്ടി വായിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളുകളുമായി ഇത്രയും ടെലിഫോൺ സംഭാഷണങ്ങൾ നടന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും സരിതയുമായി 34 തവണയാണ് ടെലിഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. 2015 ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് ഇത് ഏറ്റവും അധികം തവണ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് സോളാർ കമ്മീഷൻ്റെ തെളിവെടുപ്പ് ആരംഭിച്ച ശേഷമാണ് ഇത് എന്നതും ശ്രദ്ധേയമാണ്. ആ സമയത്താണ് ഇത്തരം കോളുകൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഫോണിൽ നിന്നും പരസ്പരം വിളിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ആര്യാടൻ മുഹമ്മദുമായും 41 തവണ ടെലിഫോണിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ബെന്നി ബെഹനാനും സരിതയുമായും 80 തവണയോളം ടെലിഫോണിൽ സംഭാഷണം നടത്തിയിരിക്കുന്നു. തമ്പാനൂർ രവി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമ്പാനൂർ രവിയാണ് ഏറ്റവും അധികം, തമ്പാനൂർ രവിയുടെ ഫോണിലേക്കും തമ്പാനൂർ രവിയുടെ ഫോണിൽ നിന്നുമാണ് ഏറ്റവും അധികം തവണ ബന്ധപ്പെട്ടിരിക്കുന്നത് സരിതയുമായി എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട്. സ്വാഭാവികമായും മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ സാധൂകരിക്കപ്പെടുന്നത് കൂടിയാണ് ഈ ടെലിഫോൺ സംഭാഷണം എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതല്ല എങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള വാസുദേവ ശർമ്മയുടെ ഫോണിൽ നിന്നും സരിതയുടെ ഫോണിൽ നിന്നും പരസ്പരം എന്തിന് വിളിച്ചു എന്ന ചോദ്യം ഉയർന്നു വരികയാണ്. മുഖ്യമന്ത്രിയുടെ ഫോണിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഫോണിലേക്ക് ഒരു തവണയാണ് സരിത വിളിച്ചിരിക്കുന്നത്. തുടർന്നാണ് ഈ കോളുകളെല്ലാം നടന്നിരിക്കുന്നത് എന്നതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ദിനകർ, അവിടെ വൈരുദ്ധ്യാത്മകമായി വരുന്നത് പലപ്പോഴായി ഈ ആരോപണങ്ങളൊക്കെയും വരുമ്പോൾ സരിത അങ്ങോട്ട് വിളിക്കുകയായിരുന്നു എന്ന ഒരു അഴകുഴമ്പൻ രീതി, അങ്ങനെ ഒരു മറിച്ചുള്ള ഒരു പ്രതികരണം നടത്താറുണ്ട് ഇവരൊക്കെയും. പക്ഷേ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിക്കുമ്പോൾ തിരിച്ചും ഫോൺ വിളികൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും പ്രജീഷ്, തിരിച്ചും ഫോൺ വിളികൾ ഉണ്ടായിട്ടുണ്ട്. തമ്പാനൂർ രവിയുടെ ഫോണിൽ നിന്നും സരിതയുടെ ഫോണിലേക്ക് കോളുകൾ പോയിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ഫോണിൽ നിന്നും സരിതയുടെ ഫോണിലേക്കും കോളുകൾ പോയിട്ടുണ്ട് എന്നുള്ളതും ഇതിലൂടെ വ്യക്തമാണ്. കോൾ രേഖയിൽ നിന്നും വ്യക്തമാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം സരിത വ്യക്തമാക്കിയ കാര്യങ്ങളൊക്കെയും ഇതുമായി കൂട്ടി വായിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള നീക്കങ്ങളായിരുന്നു ഇതിന് പിന്നിലുള്ളത് എന്ന് നമുക്ക് വ്യക്തമാവുകയും ചെയ്യും.
യെസ്, ഈ മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ പൊള്ളയാവുകയാണോ ദിനകർ? കാരണം ആരോപണങ്ങളും യാഥാർത്ഥ്യവുമായി ഒരു പൊരുത്തവുമില്ല. മറിച്ചൊരു ആരോപണം അതേസമയം മറിച്ച് തെളിവുകൾ നൽകാൻ മുഖ്യമന്ത്രിക്ക് ഒന്നുമേ തയ്യാറാകുന്നില്ല. നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം വരുന്നു സംസ്ഥാന മുഖ്യമന്ത്രിയെ ലൈംഗിക ആരോപണം ഉയർത്തി ബലാത്സംഗ കേസിലടക്കം ഒരു മുൻ കേന്ദ്രമന്ത്രി അടക്കം പെടുത്തിയിട്ടുകൂടി ഒന്നും ഒരു FIR എടുക്കാൻ പോലും തയ്യാറാകാത്ത ഒരു സാഹചര്യം. മറ്റൊന്ന്, ഈ പറയുന്ന ഒക്കെയും ആരോപണങ്ങൾ സരിത ഉന്നയിക്കുന്നു. ഇതിനൊക്കെയും കേവലം ഒരു പ്രതികരണം എന്നതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി അടക്കം പോകുന്നില്ല. ജനമധ്യത്തിൽ അതേസമയം പറയുന്നത് സരിതയുടെ ക്രെഡിബിലിറ്റിയാണ്, ആരാണ് ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന നമ്മൾ മറിച്ചുള്ള വാദഗതികൾക്കൊക്കെയും സംശയം ഉണർത്തുന്ന തരത്തിൽ തന്നെയാണോ ഇപ്പോൾ പുറത്തു വരുന്ന ശാസ്ത്രീയ തെളിവുകൾ? എന്താണ് അതിൽ നിന്നും ഒരുപക്ഷെ ജനം മനസ്സിലാക്കേണ്ടത്? പ്രജിഷ്, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പറയുന്നു ഇത് ആരോപണമാണ്, ആരോപണം ആർക്കെതിരെയും ഉന്നയിക്കാം എന്ന് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഉയരുന്ന ചോദ്യം, അത്തരത്തിൽ ഒരു ആരോപണം, അതും സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ, സംസ്ഥാന മന്ത്രിമാർക്കെതിരെ, പ്രമുഖരായിട്ടുള്ള വ്യക്തികൾക്കെതിരെ, MLA-മാർക്കെതിരെ അത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുക മാത്രമല്ല, അതിൻ്റെ വ്യക്തമായ തെളിവുകൾ കൂടിയാണ് ഇപ്പോൾ പീപ്പിൾ പുറത്തുവിടുന്നത്. ഇവരുമായി സരിത ബന്ധപ്പെട്ടിരുന്നു, ഇവർ തിരികെയും ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് പുറത്തു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് സ്വാഭാവികമായും ആരോപണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമല്ല. രണ്ട്, അത്തരത്തിൽ ഒരു കേവലം ഇത് ആരോപണം മാത്രമാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ താറടിക്കുന്നതിന് വേണ്ടിയുള്ള ആരോപണം മാത്രമാണ് ഇത് എങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇവർക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കാൻ തയ്യാറാകുന്നില്ല? അതല്ല എങ്കിൽ തമ്പാനൂർ രവി ഇവർക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കാൻ തയ്യാറാകുന്നില്ല? ബെന്നി ബെഹന്നാൻ എന്തുകൊണ്ട് ഇവർക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കാൻ തയ്യാറാകുന്നില്ല? ഇവരെ അപകീർത്തിപ്പെടുത്താനാണ് സരിത നായരുടെ ശ്രമമെങ്കിൽ തീർച്ചയായും ഇവർക്ക് വക്കീൽ നോട്ടീസ് അയക്കാൻ കഴിയും, മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ കഴിയും. അത് തന്നെയാണ് പ്രസക്തമാകുന്നത് ദിനകർ. എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി ഈ പറയുന്ന അഴകുഴമ്പൻ പ്രതികരണം നടത്താതെ നിയമത്തിന്റെ തലത്തിൽ നിന്നും ഒരുപക്ഷെ ഒരു പ്രതികരണം പോലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല? വെല്ലുവിളിച്ച് സരിത, കഴിഞ്ഞ ദിവസവും സരിത ആവർത്തിച്ചു, മുഖ്യമന്ത്രി വെല്ലുവിളിക്കുന്നു. ഒരു FIR കേവലം ഇടാൻ പോലും ഉള്ള ഒരു തീരുമാനത്തിലേക്കോ അല്ലെങ്കിൽ ആ പ്രതികരണത്തിൽ പോലും മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. ഇതാണ് ഒരു പക്ഷേ സാംസ്കാരിക കേരളമടക്കം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ, സരിതയുടെ ക്രെഡിബിലിറ്റി അതേസമയം ചർച്ച ചെയ്യുമ്പോഴും. ഇടവേളയിലേക്ക് പോകുന്നു. അതിനുശേഷം ഇതിൻ്റെ സമഗ്രമായ ടെലിഫോൺ സംഭാഷണത്തിൻ്റെ ഓരോ കൃത്യമായ ഫോൺ വിളികൾ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർ ഏത് രീതിയിൽ ഏത് സമയങ്ങളിൽ സരിതയെ വിളിച്ചു, ഒപ്പം സമഗ്രമായ വിശകലനങ്ങളിലേക്കും ഒക്കെ മടങ്ങിയെത്താം. മുഖ്യമന്ത്രി സരിതാ ബന്ധത്തിൻ്റെ തെളിവുകളാണ് പീപ്പിൾ TV പുറത്തുവിടുന്നത്. മുഖ്യമന്ത്രി ആരോപണം വെറും ആരോപണങ്ങളാണ് തനിക്കെതിരെ ഉണ്ടാകുന്നത് എന്ന് ആവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥ വസ്തുതകൾ ശാസ്ത്രീയ തെളിവുകളുടെ രൂപേണ ടെലിഫോൺ രൂപേണ ഫോൺ വിളികളുടെ വിശദാംശങ്ങളായി വരുന്നത്. ഔദ്യോഗിക ഫോണിൽ നിന്ന് വരെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഫോണിലേക്ക് സരിത വിളിക്കുന്നു. തുടർന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഫോണിലേക്കും തിരിച്ചും നിരന്തരം സരിതയുമായി ബന്ധപ്പെടുന്നു. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ തമ്പാനൂർ രവി 515 തവണയാണ് ഈ പറയുന്ന അഭിസാരിക എന്ന് ആവർത്തിച്ച് പറയുന്ന മുഖ്യമന്ത്രി അടക്കം ഗ്രൂപ്പ് നേതാക്കളടക്കം ആവർത്തിച്ച് പറയുന്ന സരിതയുമായി വിശ്വസ്തൻ തമ്പാനൂർ രവി 515 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ടെലിഫോണിൽ വിളിച്ചിരിക്കുന്നു. ഈ വിശദാംശങ്ങൾ രേഖകളാണ് പീപ്പിൾ TV പുറത്തുവിടുന്നത്. ഇതിലേക്കും ഈ രേഖയിലെ വിശദാംശങ്ങൾ KG ദിനകറാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം സമഗ്രമായ വിശകലനങ്ങളിലേക്കും എത്താം.